ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ഉടനെ തന്നെ കടും വെട്ട് വെട്ടിത്തുടങ്ങി. കെ സുരേന്ദ്രന്റെ വലം കൈയായിരുന്ന പല ആളുകളെയും കസേരയിൽ നിന്ന് തൂക്കി ദൂരെ എറിഞ്ഞുകൊണ്ടാണ് മാരാർജി ഭവനിൽ ശുദ്ധി കലശം നടത്തുന്നത്. അദ്ദേഹം NSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നു, ചേർത്തലയിൽ എത്തുന്നു, തുഷാർ വെള്ളാപ്പള്ളിയെ കാണുന്നു, മറ്റ് സമുദായ നേതാക്കളെ കാണുന്നു, NDA നേതാക്കളെ കാണുന്നു, ഒക്കെ ചെയ്യുന്നു. ഒപ്പം തന്നെ BJPക്കുള്ളിൽ ഒരു ശുദ്ധി കലശവും നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? തൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ നിന്ന് താൻ അറിയാതെ ഉള്ള എല്ലാ ചലനങ്ങളും വാർത്തകളായി പുറത്തു വരുന്നു. താൻ പൊട്ടിത്തെറിച്ചെന്ന് വരുന്നു, താൻ വിക്കി എന്ന് വരുന്നു, താൻ മുക്കി എന്ന് വരുന്നു, താൻ ശോഭയോട് സംസാരിച്ചെന്ന് വരുന്നു, താൻ സുരേന്ദ്രന്റെ പക്ഷക്കാരനോട് ശാസിച്ചു എന്ന് വരുന്നു, തന്നെ VV രാജേഷ് നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നു എന്ന് വരുന്നു, താൻ കാറുമായി നിൽക്കുന്ന ചിത്രം വരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ മീഡിയകളിൽ നിറയുന്നു. താൻ അറിയാതെ ഈ വാർത്തകളൊക്കെ ചോരുന്നത് എങ്ങനെ? അത് തൻ്റെ സോഷ്യൽ മീഡിയ, തൻ്റെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആള് ചോർത്തി കൊടുക്കുന്നതാണെന്ന വ്യക്തമായ സൂചനയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? ആ ഒരാളെ അങ്ങ് തൂക്കി ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കെ സുരേന്ദ്രന്റെയും V മുരളീധരന്റെയും അണ്ടർ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുവർണകുമാറിനെയാണ് എടുത്ത് ദൂരെ കളഞ്ഞത്. ദൂരെ കളഞ്ഞിട്ട് അവിടെ ആരെ കൊണ്ടുവന്നു? അഖിലേന്ത്യാ സെക്രട്ടറിയായ യുവമോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അനൂപ് ആന്റണിയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഉത്തരവാണ് ഇറക്കുന്നത്. കോർപ്പറേറ്റ് വ്യവസ്ഥയിലാണ്, കോർപ്പറേറ്റ് സംവിധാനം പോലെയാണ്. ഒരു ഉത്തരവ് ഇറക്കിയിട്ട് അതാ പുതിയ ഒരാളിനെ നിയമിച്ചിരിക്കുകയാണ്. സുവർണകുമാറിന്റെ എല്ലാവിധ സംഭവങ്ങളും നീക്കുന്നു. ഇനി ആരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സംസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. അനിൽ ആന്റണിയെ കൊണ്ടുവരുന്നു. അടുത്ത് ഷോൺ ജോർജിനെ കൊണ്ടുവരണം, PC ജോർജിന്റെ മകൻ. കാരണം രണ്ടും യുവസിംഹങ്ങളാണ്, യുവാക്കളാണ്. അവരെ കൊണ്ടുവരുന്നതിലൂടെ ന്യൂനപക്ഷ യുവാക്കളെ കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക. അത് കഴിഞ്ഞിട്ട് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കൂടുതൽ കരുത്തുറ്റ ആളുകളെ സ്ഥാനാർത്ഥികളാക്കുക. എന്നിട്ട് അവർക്ക് ആവശ്യമായ പണം പമ്പ് ചെയ്യുക. പണം പമ്പ് ചെയ്ത് അവരെ അവിടെ വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷം കൂടെ നിൽക്കും. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ക്രമേണ മുസ്ലിം സമൂഹവും ക്രമേണ BJPക്ക് ഒപ്പം നിൽക്കും. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഒരു പശ്ചാത്തലമല്ല BJPക്ക് കേരളത്തിലുള്ളതെന്ന് ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ വലയിട്ടാൽ മീൻ പിടിക്കാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടെ കൂട്ടണം, അല്ലാതെ ചാരപ്പണി ചെയ്യുന്നവരെയൊക്കെ മാറ്റിക്കളയുക. ചാരപ്പണി ചെയ്യുന്നത് ആരാണ്? ഈ ഗ്രൂപ്പ് കളിക്കുന്നവരാണ്. ഗ്രൂപ്പ് കളിക്കുന്ന ആരാണ്? കെ സുരേന്ദ്രന്റെ ആളുകളാണ് ഗ്രൂപ്പ് കളിക്കുന്ന ആളുകൾ. കെ സുരേന്ദ്രന്റെ ആളുകളെ മുഴുവൻ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. V മുരളീധരന്റെ ആളുകളെ മുഴുവൻ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. അവരെയൊക്കെ ഇനി പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഇനി ഒഴിവുള്ള പോസ്റ്റുകൾ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ, ഈ പോസ്റ്റുകളിലൊക്കെ ഇനി നിയമിക്കാനുണ്ട്. അവരെയൊക്കെ ഏപ്രിൽ 10-ാം തീയതി അല്ലെങ്കിൽ വിഷുവിന് മുമ്പോ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിക്ക് മുന്നെയെങ്കിലും നിയമിക്കണമെന്നാണ് ചട്ടം, അല്ലെങ്കിൽ നിയമിക്കണമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അവരെയൊക്കെ എങ്ങനെ കണ്ടെത്തും? അവരെയൊക്കെ പഴയ ആളുകളിൽ നിന്ന് AN രാധാകൃഷ്ണനെയോ അല്ലെങ്കിൽ ആ ഒരു കേഡറിൽ നിന്ന് നിയമിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാകും കൂടെ നിൽക്കുക? അതിനാണ് ഒരു സംസ്ഥാന പര്യടനം നടത്താൻ തീരുമാനിച്ചത്. സംസ്ഥാന പര്യടനം നടത്താൻ തീരുമാനിക്കുമ്പോൾ ആരെയൊക്കെ കൂടെ കൊണ്ടുപോകും? കൂടെ കൊണ്ടുപോകുന്ന ഇങ്ങനെ പാരകളെ കൂടെ കൊണ്ടുപോയാൽ ഏതെങ്കിലും നല്ല നേതാക്കളെ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല, കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ കൂടെ കൊണ്ടുപോകാം. ശോഭാ സുരേന്ദ്രനാകുമ്പോൾ ജനറൽ സെക്രട്ടറി ആണല്ലോ, അമിത്ഷാ നേരിട്ട് നിയമിച്ച വ്യക്തിയാണല്ലോ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൂടെ വന്ന് കൃത്യം ആളുകളെ പിക്കപ്പ് ചെയ്യാം, കൃത്യം ആളുകളെ ഒപ്പം നിർത്താം എന്ന ചിന്തയാണ് രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോഴുള്ളത്. രാജീവ് ചന്ദ്രശേഖർ കരുതുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിചാരിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ കീറാമുട്ടികളുണ്ട്. ഒന്ന്, ഈ അതായത് ഗ്രൂപ്പ് കളിച്ച് നിൽക്കുന്ന കെ സുരേന്ദ്രന്റെ ആളുകൾ ഗ്രൂപ്പ് കളിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേയെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇഷ്ടാനുസരണം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കൃഷ്ണദാസ് പക്ഷം വളരെ ശക്തമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധം ഇതിനകം തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. കൃഷ്ണദാസും കെ സുരേന്ദ്രനും എതിർത്ത് നിൽക്കുന്നിടത്തോളം കാലം രാജീവ് ചന്ദ്രശേഖറിന് ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. പിന്നെ ഉറച്ച സാമ്പത്തിക ഭദ്രത രാജീവ് ചന്ദ്രശേഖറിന് ഉള്ളതുകൊണ്ട് കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നിടത്തേക്ക് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ നിൽക്കാനുള്ള സാധ്യതയും
തള്ളിക്കളയാനാകില്ല. ഏതായാലും ശുദ്ധികലശം തുടങ്ങിക്കഴിഞ്ഞു, വെട്ടിനിരത്തലും തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം അനൂപ് ആന്റണി, ഇനി വരാൻ പോകുന്നത് അനിൽ ആന്റണിയും ഷോൺ ജോർജും തന്നെ ആയിരിക്കും.